എന്നു മുതലാണ് ഇന്ത്യ പാകിസ്ഥാനെ അനുസരിക്കാൻ തുടങ്ങിയത്? അവർ പറഞ്ഞപ്പോൾ തന്നെ എന്തിനാണ് യുദ്ധം അവസാനിപ്പിച്ചത്? വീണ്ടും അടിസ്ഥാനരഹിതമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത്. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നതിനിടയിലായിരുന്നു രാഹുൽ ഗാന്ധി കൈകടത്തി ഇത്തരത്തിലൊരു ചോദ്യം ഉന്നയിച്ചത്. കാര്യങ്ങൾ വ്യക്തമായി പ്രതിപക്ഷത്തിന് വ്യക്തമാക്കി കൊടുത്തിട്ട് പോലും സംശയങ്ങൾ വിട്ടൊഴിയാതെയാണ് പ്രതിപക്ഷ നേതാവ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. പാകിസ്ഥാന്റെ നാവായി പ്രവർത്തിക്കുന്നതിന്റെ മറ്റൊരു നേർസാക്ഷ്യം കൂടിയാണ് പാർലമെന്റിൽ ഇപ്പോൾ ഇടയ്ക്ക് കയറി സംസാരിച്ചതിലൂടെ വ്യക്തമാകുന്നത്. ആദ്യം മുതൽക്കേ തന്നെ ഇന്ത്യയെ കുറ്റപ്പെടുത്തി പാകിസ്ഥാനെ വെള്ളപൂശി കാണിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു രാഹുൽ ഗാന്ധി നടത്തി വന്നത്. അതിനായി തന്നെ ഇന്ത്യയിലെ തകർന്ന യുദ്ധവിമാനങ്ങളുടെ എണ്ണം അറിയണമെന്നതുപോലും രാഹുൽ പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനൊന്നും ഇന്ത്യ ചെവി കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതിന് തക്കതായ മറുപടിയും നൽകി. എന്നാൽ വീണ്ടും വീണ്ടും പാകിസ്ഥാന് വേണ്ടി പാർലമെന്റിൽ ഘോരഘോരം പ്രസംഗിക്കാൻ ശ്രമം നടത്തുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്ന വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ച നടക്കുന്നതിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നതിനിടയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇടപെട്ടുകൊണ്ട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചത്. പാകിസ്ഥാൻ പറയുന്നത് കേട്ട് എന്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചതെന്ന് രാഹുൽ ചോദിക്കുന്നു. സൈനിക നടപടി നിർത്താൻ പാകിസ്ഥാൻ ഇന്ത്യയോട് യാചിച്ചുവെന്ന് രാജ്നാഥ് സിംഗ് സഭയിൽ പറഞ്ഞതോടുകൂടിയായിരുന്നു രാഹുൽ ഇത്തരത്തിലൊരു ഇടപെടൽ നടത്തിയത്. ശത്രു മുട്ടുമടക്കിയപ്പോൾ എന്തിനു നിർത്തി? നമ്മളിപ്പോൾ അല്ലെങ്കിൽ എപ്പോൾ മുതലാണ് പാകിസ്ഥാനെ അനുസരിക്കാൻ തുടങ്ങിയത്? രാഹുൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ സൈനിക രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കൈവരിച്ചതിന് ശേഷം മാത്രമാണ് ഇന്ത്യ പിന്മാറിയതെന്നും രാജ്നാഥ് സിംഗ് തിരിച്ചടിക്കുകയാണ് ഉണ്ടായത്. അതെ, നമ്മൾ ഭീകര താവളങ്ങൾ തകർത്തു കളഞ്ഞു, നമ്മൾ പ്രതികാരം ചെയ്തു, നമുക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെ ഇന്ത്യക്കുണ്ടായ നാശനഷ്ടം സംഭവിച്ച പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങളെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. നമ്മുടെ എത്ര വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്ന് പ്രതിപക്ഷത്തെ ചുരുക്കം ചിലർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അവരുടെ ചോദ്യം നമ്മുടെ ദേശീയ വികാരത്തെ തന്നെ വേണ്ട വിധം പ്രതിനിധീകരിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നതായും, നമ്മുടെ സായുധസേന എത്ര ശത്രു വിമാനങ്ങളെ വെടിവെച്ച് വീഴ്ത്തിയെന്ന് അവർ ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. അവർ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ടെങ്കിൽ ഇന്ത്യ തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിച്ചോ എന്നതായിരിക്കണം, അല്ലെങ്കിൽ അതിനുള്ള ഉത്തരം അതെ എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഇത് ചോദിക്കുക. ഈ ഓപ്പറേഷനിൽ നമ്മുടെ ധീരരായ സൈനികർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ? ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. നമ്മുടെ സൈനികർക്ക് ആർക്കും ഇതുവരെയും ഒരു പരിക്കും സംഭവിച്ചിട്ടില്ല എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി. എന്നാൽ പ്രതിപക്ഷം ഉയർത്തിയ പ്രധാന ചോദ്യങ്ങൾക്ക് പ്രതിരോധ മന്ത്രി ഉത്തരം നൽകിയില്ല എന്ന ഒരു പരാതിയുമായിട്ടായിരുന്നു തുടർന്ന് സംസാരിച്ച കോൺഗ്രസ് നേതാവായ ഗൗരവ് ഗൊഗോയ് പറഞ്ഞത്. രാജ്യ താൽപര്യം മുൻനിർത്തിയാണ് പ്രതിപക്ഷം ചോദ്യങ്ങൾ ഉയർത്തിയതെന്നും ഭീകരവാദങ്ങൾ പഹൽഗാമിൽ എങ്ങനെ എത്തിയെന്നും 26 പേരെ കൊലപ്പെടുത്തിയത് സംബന്ധിച്ച് പ്രതിരോധ മന്ത്രി മറുപടി നൽകിയില്ല എന്നും കൃത്യമായും ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രതിപക്ഷം പ്രത്യേക ചർച്ച ആവശ്യപ്പെട്ടതെന്നും സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നായിരുന്നു ഗൊഗോയുടെ ആവശ്യം. പഹൽഗാം ഭീകരാക്രമണം നടന്ന് 100 ദിവസം പിന്നിട്ടിട്ടും ആ 5 ഭീകരരെ പിടികൂടാൻ ഈ സൈനികർക്ക് അല്ലെങ്കിൽ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇന്ന് നടന്ന ഓപ്പറേഷൻ മഹാദേവിൽ സൈനികരാകട്ടെ 3 തീവ്രവാദികളെ, അതായത് പഹൽഗാം ഭീകര ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ 3 പേരെയായിരുന്നു ഇന്ന് വധിച്ചത്. ഇതൊന്നും അറിയാതെയായിരുന്നു കോൺഗ്രസ് നേതാവ് ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നതും. പാകിസ്ഥാൻ മുട്ടുമടക്കാൻ തയ്യാറായെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിർത്തിയതെന്നും ആർക്കാണ് നിങ്ങളെ കീഴടക്കാൻ സാധിച്ചതെന്നും ഇപ്പോൾ പ്രധാനമന്ത്രി മോദിയിൽ നിന്നും ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നതാണ് കോൺഗ്രസ് നേതാവ് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.